ഹലോ, ഗുഡ് ഈവനിങ്. എന്താ നല്ല സന്തോഷമില്ലേ? എനിക്കാ നല്ല സന്തോഷം. എന്ത് നാളെ ഞായറാഴ്ചയല്ലേ, എൻ്റെ കുട്ടിയൊക്കെ ലീവല്ലേ? കുറേ സമയം കിടന്നുറങ്ങാലോ നാളെ. നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിട്ടോ, ഇഷ്ടം പോലെ അങ്ങോട്ട് ഉറങ്ങിക്കൊണ്ടി. അപ്പൊ ഹാപ്പി ഡേ ആയിരിക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. എൻ്റെ ഫോണിങ്ങനെ കുത്തനെ പൊട്ടിയുണ്ടോ, വീഡിയോ ഓണാക്കിയപ്പോൾ കാണുന്നത്. കിടന്നുറങ്ങുമ്പോൾ കൈമിന്ന് വീണ് പോകണാണേ. അപ്പം നമ്മൾ 10 മിനിറ്റിൽ നമ്മളെ കഥ പറഞ്ഞിട്ട് പോകാനാണ് നമ്മളെ തീരുമാനം. അപ്പോൾ അങ്ങനെ ആവണം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ വിശേഷം ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. എൻ്റെ കുട്ടികൾക്കൊക്കെ നാളെ ലീവാണ്, നാളെ ഞായറാഴ്ചയാണ്. ഇന്ന് നല്ല ഹാപ്പി ദിവസമാണ്. നല്ല നാളെ കിടന്നുറങ്ങുക, കുറേ ഉറങ്ങുക. പിന്നെ എന്താ, നല്ല ഫുഡ് കഴിക്കുക, നന്നായി എണ്ണയൊക്കെ തേച്ച് വൃത്തിക്ക് കുളിച്ചോളിട്ടാ. തിങ്കളാഴ്ച ഷാമ്പട്ടാതെ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് തലയിലൊക്കെ എണ്ണ തേച്ച് കുളിച്ചിരിക്കണവർക്ക് മുടി എപ്പോഴും ഉണ്ടാവും. എൻ്റെ നാത്തുമാരെ മുടിയൊക്കെ എപ്പോഴും ഉണ്ട്. കാരണം എന്താ പറയുക, അവരെ എണ്ണ തേച്ച് വെളിച്ചെണ്ണ തേച്ചേ കുളിക്കുള്ളൂ. നമ്മളെ സ്വർണ്ണേച്ചിയൊക്കെ, നമ്മളെ ഗീതയും അവർക്കൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഞാനൊന്നും പറഞ്ഞാൽ വെളിച്ചെണ്ണയെ തേക്കില്ല, എപ്പോഴും അങ്ങോട്ട് പാറിപ്പിച്ച് കൊണ്ട് നടന്ന് മുടിയെല്ലാം പോയി ഒറ്റ പൊടിയില്ല. ഇപ്പോഴും വെളിച്ചെണ്ണ അങ്ങനെ തേക്കില്ല, പക്ഷെ എണ്ണ മേലെന്നും തേച്ച് കുളിക്കൂട്ടാ. നമ്മളെ ഇതിൻ്റെ രഹസ്യം, നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് കുളിക്കും. എണ്ണ തേച്ചിട്ട് പല്ലേക്കാൻ നിൽക്കും. അപ്പോൾ പല്ല് തേക്കുന്ന സമയം വരെ എണ്ണ പിടിക്കല്ലോ. നമ്മൾ പലിച്ചക്ക് കുളിക്കുന്ന ആൾക്കാരാണേ. എന്നാൽ ഏത് തണുപ്പത്താണെന്നുണ്ടെങ്കിലും കുളിന്നതിന് മുഖത്തൊക്കെ എണ്ണ വെച്ചിടും. പണ്ട് മുതലേ ഉള്ള ശീലമാണ്, കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ശീലമാണ്. ഞങ്ങളെ വീട്ടിൽ ആർക്കും എണ്ണ തേക്കുന്ന ഇഷ്ടമില്ല, എനിക്കിഷ്ടമാണ്. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പം എൻ്റെ കുട്ടികളൊക്കെ എണ്ണ തേച്ച് കുളിച്ചോളൂ കേട്ടോ. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ തന്നുകൊണ്ട് നമ്മളെ ദക്ഷബേബി കിടന്നുറങ്ങുക. അതുകൊണ്ട് വിളിച്ചാലത് വരില്ല. എല്ലാവർക്കും അവേ വാ ഉമ്മതായോന്നൊന്നും പറയണില്ല കേട്ടോ. നമ്മളെ വീഡിയോ കഴിയുമ്പോൾ തന്നെ അവ ഉണരായിരിക്കും. കുറുവാസാങ്കൊക്കെ ഉണ്ടോല്ലോ, അയ്യോ പേടിയാണേ. അങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? വാതിലൊക്കെ അടച്ചു പൂട്ടി നല്ലപോലെ കിടന്നോണ്ടിട്ടോ. പുറത്ത് ഒച്ചമിളിന്ന് കേട്ടാൽ തുറക്കണ്ടട്ടോ വാതിലൊന്നും. പൈപ്പൊക്കെ തുറന്നിട്ടിട്ടോ ഒരു കുട്ടികൾ കരയണായിരിക്കും കാര്യം. എത്ര എൻ്റെ മോൻ നിന്നെ പേടിപ്പിച്ചതാണ്. ഇന്ന് വീഡിയോ കാണിച്ചെന്നിക്കോ. എന്താണ് വലിയ കല്ല് കൊണ്ടുവന്ന് ഇങ്ങനെ എറിയാണ് വാതിലിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് വാതിലിൻ്റെ പൂട്ട് പൊട്ടിച്ച് അവർ ഉള്ളിൽ കയറണം, മുട്ടം വെടിക്കേറ്റ്. പിന്നെ കണ്ടില്ല, കണ്ടപ്പോൾ എനിക്ക് സങ്കടം. ഞാൻ എന്താടാ എന്നെ പേടിപ്പിക്കുന്ന വീഡിയോ? അമ്മ ഇതൊക്കെ ഇതാ ഫോണിൽ യൂട്യൂബിലൊക്കെ വന്നത്. അങ്ങനെ ഓനാരോ ഓഫീസിൽ നിന്ന് ആരോ അയച്ചു കൊടുത്ത. അയ്യോ, ശ്രദ്ധിക്കണേ. ശരി, അപ്പം നമുക്ക് നമ്മളെ കഥ പറഞ്ഞാലോ? എൻ്റെ കുട്ടിയൊക്കെ സ്നേഹാന്വേഷണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥയിലേക്ക് പോവാട്ടോ. അപ്പം ഇന്നലെ നമ്മൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ശനിയാഴ്ച അങ്ങനെ അവർ രണ്ടാളും സ്കൂളിലേക്ക് പോകണല്ലേ. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ആഴ്ചകളൊക്കെ അങ്ങനെ ഓരോ ദിവസങ്ങൾ ആഴ്ചകൾക്ക് അങ്ങോട്ട് വഴി മാറി. ഒരാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ഉണ്ടായിരുന്നു. പിറ്റേത്തെ ശനിയാഴ്ച ഉണ്ടായിരുന്നു. കാർത്തികനോട് ഇവള് ശാലിനി പറയടി ഈ വീട്ടിലേക്ക് വരണം. ആ ഞായറാഴ്ച ഒരു സിനിമയ്ക്കൊന്നും പോയില്ല കേട്ടാ. അച്ഛൻ പറഞ്ഞു അച്ഛല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ പെൺകുട്ടിയൊക്കെ അച്ഛനും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോകണം, അമ്മേൻ്റെ കൂട്ടത്തിൽ. അതൊരു തീരുമാനമായിരുന്നു രണ്ട് പെൺകുട്ടികൾക്കും. അച്ഛൻ എന്ന് ലീവ് ഉണ്ടെങ്കിൽ അവൾ പോവാം. അങ്ങനെ ശനിയാഴ്ച കാർത്തികൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ പണിക്ക് പോകും. പിന്നെ വൈകുന്നേരം വരിക. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പോൾ കാർത്തികനോട് ശാലിനി റെഡി ഇങ്ങോട്ട് പോരിടി, ശനിയാഴ്ച രാവിലെ പോരിട്ടാന്ന് പറയും. അങ്ങനെ അവൾ രാവിലെ കുണുങ്ങി വന്നിട്ടാ. അങ്ങനെ അവർ അമ്മയ്ക്ക് സഹായിച്ചെടുത്ത് ചോറും കറിക്കായി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. പിന്നെ കൈക്കലൂട്ടി മാതിരി മക്കളെ ചെയ്യുമ്പം ശാലിനി ഇവിടെ ഒന്നും ചെയ്ത് കൊടുക്കലില്ല. ഇപ്പൊ ഒന്നും പറയണ്ട, പണിയൊക്കെ ചെയ്ത് കൊടുക്കും. നമ്മളെ സാബുരാജാവിൻ്റെ മഹാറാണിയായി പോകാളല്ലേ എന്നുള്ള ചിന്തയിൽ ചില്ലറ പണികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് പിന്നെ ഉച്ചയായപ്പോൾ അങ്ങനെ ഇരിക്കുക. അമ്മ പിന്നെ ഇഡ്ഡലിയും ചായയൊക്കെ ഉണ്ടേനും അതൊക്കെ കുടിപ്പിക്കുക, അതൊക്കെ തിന്നൂടിയാറ്. അങ്ങനെ ശാലിനിക്ക് എപ്പോഴും വാരി കൊടുത്താൽ ശാലിനി തിന്നു. എല്ലാവരും അങ്ങനെയാണ് അവരെ വീട്ടിൽ. അങ്ങനെ കാർത്തിക വാരി കൊടുത്തു. അങ്ങനെ ഇവർ അതൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ അച്ഛനാക്കി ഫസ്റ്റ് ചോറ് വയ്ക്കാൻ പറ്റും. അപ്പോൾ അച്ഛൻ പിന്നെ കിണ്ടി വെള്ളത്തിലൊക്കെ കൈയൊക്കെ കഴുകി അവിടെ ഇരുന്ന് പിന്നെ ചോറുന്ന. അപ്പം ശാലിനിയും കാർത്തികയിലും കൂടി എല്ലാം മേശപ്പുറത്തും ഉണ്ടാക്കുക. അപ്പം മക്കളിരിക്കാറ് ഇല്ല അച്ഛൻ ഞങ്ങളിപ്പോൾ ഇരിക്കില്ലേ. എന്തേ അച്ഛൻ്റെ കൂടെ ഇരിക്കും, ഞങ്ങൾ പിന്നെ ഇരിക്കണമെന്ന് പറയും കാർത്തിക. ഓ ചെക്കന്മാർ വരേണ്ടി വരും, അച്ഛൻ്റെ കൂടെ അപ്പം ആരുമില്ലല്ലോ ചോറുന്ന. അപ്പോൾ കാർത്തിക പറയും അല്ല അച്ഛാ ഞങ്ങൾ ഇരിക്കുന്നു, പക്ഷെ ഇപ്പം അമ്മ ഞങ്ങൾക്ക് ഇഡ്ഡലിയും പിന്നെ ചട്നിയല്ലോ ഞാനും ശാലിനി വയറ് നിറച്ച് കഴിച്ചു. ഇനി 2 മണിക്കാകുമ്പോൾ കഴിക്കും. ആണോ? അത് ശരി, എന്നാൽ മക്കൾ അങ്ങനെ കഴിച്ചോളെ. അങ്ങനെ ഇവർ എടുത്തിരിക്കും വാസടം ചോറുന്നുമ്പോഴൊക്കെ. അപ്പോൾ ഓരോ വർത്തനൊക്കെ പറഞ്ഞാൽ പറയും. പിന്നെ വാസടം പറയും മോളെ അച്ഛനും അമ്മയ്ക്കൊക്കെ എപ്പോഴാ ലീവ്? ഒരു ഞായറാഴ്ച പോവില്ല അച്ഛന്ന് പറയും. ആണല്ലേ? പിന്നെ
ഞങ്ങൾക്ക് അങ്ങോട്ട് വരണം, മോളെ വീട്ടിൽ വന്ന് മോളെ പെണ്ണ് ചോദിക്കണം, ഇനി നേരൊന്നും വെക്കണ്ടാന്ന്, പെട്ടെന്ന് നമുക്ക് ഒരു കല്യാണം അങ്ങോട്ട് നടത്തിക്കണം, എൻ്റെ മോൾ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ചിരിക്കട്ടോ. അവർ അല്ല നിങ്ങൾ പറഞ്ഞ സിനിമയ്ക്ക് പോയില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച സാലിനി കുറേ പറഞ്ഞതാണ്. അപ്പം അച്ഛൻ പറഞ്ഞ് കൊത്തു, തിരക്കും കാര്യമൊക്കെയാണ്, അച്ഛൻ വരുന്നില്ല, ഇനി വേണമെന്നുണ്ട് ഏട്ടന്മാരെ കുട്ടി പോയിക്കോളി എന്നൊക്കെ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവർ വേണ്ട അച്ഛൻ. അവർ സിനിമയ്ക്ക് പോയില്ലല്ലോ, അത് അച്ഛൻ്റെ വീടിൽ തിരക്കൊക്കെ അല്ലേ, അതൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി അച്ഛന്ന് കാർത്തിക പറയാ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഉരുട്ടി അതിൻ്റെ ചോർന്ന് പറയാം. എമ്പൊക്കെ എന്തായാലും വേണ്ടിയില്ല, നാളെ അങ്ങോട്ട് അമ്മേനും കുട്ടിങ്ങൾ അങ്ങോട്ട് സിനിമയ്ക്ക് പോയിക്കോളി. അപ്പോൾ പറയും അമ്മേനെ കുട്ടി സിനിമയ്ക്ക് പോകണമെങ്കിൽ അമ്മയ്ക്ക് അച്ഛൻ വരണം എന്നാണ് അച്ഛ പറയണത്. എപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഒരു സന്തോഷമൊക്കെ വേണ്ടേ. എടി ഉഷേ ഇവിടെ വടി, എന്തേ അനക്ക് ഞാൻ സന്തോഷം തരില്ലേ? ഓ എവിടെ സന്തോഷം, എന്താണ് ഇങ്ങനെ പറയണത്? സന്തോഷമൊക്കെ തരുന്നുണ്ട്, സന്തോഷത്തോടെ കൂടെ തന്നെ എത്രയും കാലം പോറ്റി വളർത്തി. പക്ഷെ ഇങ്ങനെ കണ്ട സന്തോഷം നമ്മളെ വാസായിട്ട് നമുക്ക് തന്നില്ല. അപ്പോൾ ഈ അമ്മ പറയണൊക്കെ അമ്മ പറയണ ശരിയല്ലേ, മോൻറ്റനെ പ്രസവിച്ചതിൻ്റെ ശേഷം ഒരു തിയേറ്ററിൽ കൂട്ടിക്കൊണ്ട് അച്ഛൻ സിനിമ കാട്ടി കൊടുത്തേക്കണം. അപ്പം എന്നാ ശരി നമുക്ക് പോയിക്കോളാം. അതിനെ അമ്മനെ കൂട്ടി പോയിക്കോളെ. വേണ്ട അച്ഛൻ വരണം എന്ന് പറയും, നിർബന്ധ. അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ വരാണ്ട് പോയില്ലാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് സന്തോഷം വേണേ, അച്ഛനും കൂടി വരണ അച്ഛൻ അറിയും കാർത്തിക. അപ്പോൾ അച്ഛൻ നല്ല ചിരിക്കും. എന്നായിക്കോട്ടെ നമുക്ക് കാറപ്പൻ്റെ സിനിമയ്ക്ക് പോയി കാണാം. കാർത്തിക വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനൊക്കെ വേണം വിളിച്ചാൽ പറയാം, അവരൊന്നും വരൂല, അവർക്കൊന്നും സിനിമയൊന്നും ദഹിക്കൂല. എന്നാ പോട്ടെ നമുക്ക് പോയി കളാന്ന് പറയും. അങ്ങനെ വാസേട്ടൻ ചോറൊക്കെ തിന്ന് പോയാൽ ചെക്കന്മാർ രണ്ടാളും ഒപ്പരായിരിക്കും വരും. പിന്നെ ഇവർ എല്ലാവരും കൂടി ഒപ്പരിരുന്ന് ചോറിറ്റും തമാശയും ചീരിയും കളിയും. അപ്പോഴേക്കും മോട്ടിന് പറയേണ്ട അലങ്കാരമായി, ഇപ്പം നാളെ സിനിമയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ അലങ്കാരത്തിലൊക്കെയാണ് ഒരു അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഇവരങ്ങോട്ട് പിന്നെ പീടിക്കും പോയി. പിന്നെ ബാബോളം മണ്ടൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒട്ടട്ടടി എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ നാളെ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ടോ നിൽക്കുക. അപ്പോൾ അറിയില്ല, നാളെ രാവിലെ ഒന്നും വരില്ല ബാബേട്ട, ഞാൻ സിനിമയ്ക്ക് പോകാൻ നേരത്തല്ല, എന്നെ അവിടെ നിന്ന് കുട്ടിയാൽ മതി എന്നൊക്കെ പറയും. അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട്. അത് ശരിയാണെന്ന് പറയും. അവിടെ വന്ന് കുട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകാൻ നേരത്തെ വരണ്ട്. ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ പോകും. അങ്ങനെ അവർ രാത്രി അങ്ങനെ വൈകുന്നേരം ആയാൽ പിന്നെ കാപ്പിയൊക്കെ കാച്ചി കുടിച്ച് അവിലൊക്കെ കുഴച്ച് അവർ തിന്ന് അമ്മയും മക്കളും പിന്നെ കാർത്തികയും പിന്നെ ശാലിനിയും ചെക്കനെല്ലാം കൂടി തിന്ന് കഴിച്ച് ഓരോ തമാശയൊക്കെ പറഞ്ഞ അമ്മ അറിയും, മോളെ ഇനി കണ്ണാണ് പകലിൻ്റെ മോള് പോയിക്കോ, പിന്നെ ഇത് കുളത്തിൻ്റെ പക്കത്ത് കൂടി ഒക്കെ പോകേണ്ടതാണ് അമ്മേന്ന് പറഞ്ഞാൽ. അങ്ങനെ കുളത്തിൻ്റെ പക്കത്ത് വരെ ശാലിനിയാക്കി കൊടുത്ത് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ആയാലും ഇവർ ചോറെല്ലാം കഴിച്ചാൽ അച്ഛനും മക്കളെല്ലാവരും കൂടി കുലായിലിരിക്കും. അപ്പോൾ അച്ഛൻ പറയും എന്തായാലും വേണ്ടിയില്ല, പിന്നെ കാർത്തിക മോളെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഓളെ പോയി ചോദിച്ചാൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കല്യാണം കഴിക്കണം. പാപ്പു എന്തല്ലോ നല്ല തേന്മഴയോ പൂമഴയോ എന്ന് പറഞ്ഞ അവസ്ഥയായിട്ടോ എൻ്റെ മനസ്സിൽ. ചെന്ന പിന്നെ അങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ അത് ഡെയ്സിയിലെ പാട്ടാണ്. നമ്മളെ ഫ്രണ്ട് ഉണ്ട് ആ ഫിലിമിൽ സ്മിത. അങ്ങനെ പിന്നെ സന്തോഷമായിട്ടോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ ബാലൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ബാല കുറേ ആയാലും അങ്ങോട്ട് കണ്ടിട്ട്. അപ്പോൾ ശാലിനി ബാലേട്ടപ്പം ഇങ്ങോട്ട് എന്താ വരാത്ത, വർക്കിൻ്റെ ഒക്കെ തിരക്കിലാണ് പിന്നെ വാസേട്ട, അതുകൊണ്ടൊക്കെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ എന്തൊക്കെയാ പിന്നെ അങ്ങനെ ഓരോ ചോദിച്ചു. ഞാൻ പിന്നെ ഇനി നാളെ ഇവർ ഫിലിമിന് പോകണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഇവർ ഞായറാഴ്ചകളിൽ ബാലനും ഇവനും 2 ആഴ്ച കൂടുമ്പോൾ അവർ ഫിലിമിന് പോകണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടത്തോടെ ഫിലിമിന് പോയിരിക്കുകയാണ് ബാല എന്നൊക്കെ പറയാം. ആണോ, എന്നാൽ നിങ്ങൾ ഫാമിലി പോകുമ്പോൾ പിന്നെ ഞാനില്ലേ, അതിനെന്താ ഞങ്ങളെ ഫാമിലിയിലെ കുട്ടി തന്നെയില്ലേ, ഈയും പോരേണ്ടി എന്നൊക്കെ പറയും വാസേട്ട. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പറയും പിന്നെ അല്ല പിന്നെ ബാല നമ്മളെ സാബുവിൻ്റെ വിവരം എന്തുണ്ട്, ആരും ഇവിടെ വാസേട്ട ചോദിക്കുക. സാബുവിൻ്റെ വിവരം എന്തുണ്ട്, അന്ന് ചെക്കനാ പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, ചോറും കൂടി തിന്നണ്ട, പിന്നെ എപ്പോഴേ പോയി, എന്താണോ എൻ്റെ അവസ്ഥ, അതൊന്നും പറയണ്ട വാസേട്ട. ഓൻ്റെ പിന്നെ ഓൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലേ ബാലാന്നറിയാം. പറയാം അത് ഓൻ്റെ ബ്ലഡിൽ അലിഞ്ഞു പോയതാ വാസേട്ട. ആ മുൻദേഷ്യം പെട്ടെന്ന് കണ്ടാൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അപ്പം തന്നെ പ്രതികരിക്കണം, അത് ആലോചിച്ച് തീരുമാനിക്കണം എന്നൊന്നുമില്ല. അവൻ അങ്ങനെ ഒരു സ്വഭാവം ഇപ്പോൾ അവൻ്റെ ബ്ലഡിൽ അലിഞ്ഞു പോയതാണെന്നൊക്കെ പറയട്ടെ ബാല. പിന്നെ ഇപ്പം എന്താ അപ്പം അന്ന് തന്നെ പോയില്ലേ, പോയി മാമൻ്റെ കത്ത് വന്നിനി. എന്ത് പറ്റി അമ്മ അപ്പം അതും വായിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ടത് എന്താ, അത്രയും കാലം നയിച്ച പൈസയൊക്കെ പിൻവലിപ്പിച്ചിരിക്കണമല്ലോ, ബാങ്കിലിടലാണ് മാമൻ. എന്തെങ്കിലും ചില്ലറ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും, പിന്നെ അവൻ്റെ ചിലവൊക്കെ അവിടെ നിന്ന് കഴിയണമല്ലേ.
പിന്നെ ഓൻ പിൻവലിപ്പിച്ച് ഓന് വേണമെന്ന് പറഞ്ഞിക്കണ്. അതിപ്പോൾ എന്തിന്? അപ്പോൾ ഒന്നല്ല വാസേട്ടാ, പിന്നെ മാമൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവന് പിന്നെ 10 സെന്റ് സ്ഥലം പെട്ടെന്ന് വാങ്ങണം അവൻ്റെ പേരിൽ. അപ്പം മാമയ്ക്ക് അവിടെ 1 ഏക്കർ സ്ഥലമൊക്കെ മാമ മേടിച്ചിട്ടുണ്ട്, ഓരോ വീടിനോട് തൊട്ടിട്ട് അവിടെ തരാറുണ്ട്. പോന് അവിടുത്തെ സ്ഥലം വേണ്ട, റോഡ് സൈഡ് വേണം, ഇത് ഉള്ളോട്ടാണെന്ന് പറഞ്ഞിട്ട് മാമനോട് അത് വേണ്ട പറഞ്ഞിട്ട് ഒരു സ്ഥലമൊക്കെ നോക്കി അഡ്വാൻസ് ഒക്കെ കൊടുത്ത്. ഇപ്പം അത് കുഴപ്പമൊന്നുമില്ലല്ലോ, അതിപ്പോൾ നല്ല കാര്യമല്ലേ ചെയ്യണത്. അപ്പോൾ അവിടെ വീടൊക്കെ വെച്ച് അവിടെ കല്യാണം കഴിച്ച് കൂടാനായിരിക്കും പ്ലാനില്ലേ. അവിടുത്തെ ഏതെങ്കിലും പെണ്ണിനൊക്കെ കെട്ടി അവിടെ ജീവിക്കായിരിക്കില്ലേ പിന്നെ വാസേട്ട പറയും. അപ്പോൾ ആർക്കറിയാം എന്താ പ്ലാനെന്ന്. എന്തായാലും നമ്മളച്ഛനും അമ്മയ്ക്ക് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ആണില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഷാലിൻ്റെ മനസ്സിലില്ല. അപ്പോൾ പാലേട്ടൻ പറയും എന്നാ പിന്നെ ഞാൻ പോട്ടെ. അപ്പോൾ ഷാലി അറിയാം പാലേട്ടൻ നാളെ വരികയുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സിനിമയ്ക്ക് ഒരു രസമല്ല എല്ലാവരും കൂടി പോകുമ്പോൾ. അപ്പോൾ ഷാലി അങ്ങനെയൊക്കെ വിളിച്ചപ്പോൾ അവനും ഒരു മമത. എന്നാ അപ്പോൾ പിന്നെ വാസേട്ടൻ പറയും പാലാനോടൊരു കാര്യം പറയാൻ മറന്ന്, എന്നോടൊപ്പം ആദ്യമായിട്ട് പറയണേ. എന്താ വാസേട്ടാ പറയുമ്പോൾ ബാബുവിനൊരു പെണ്ണൊക്കെ കണ്ടിരിക്കണേ, ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കല്യാണം കഴിച്ചാലോ എന്നാലോചിക്കുക. ആണോ, എവിടെയാ പെണ്ണൊക്കെ കണ്ടോ, നോക്കിയോ? പെണ്ണ് കാണാനൊന്നും പോയില്ല, പെണ്ണൊക്കെ നമ്മൾ കണ്ട കുട്ടിയാണ്. ബാലൻ അറിയാരാ, ദാ ഷാലിൻ്റെ സ്നേഹിതി ഉണ്ടല്ലോ ഇവിടെ വന്ന കല്യാണത്തിനൊക്കെ വന്ന്. ഷാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറില്ലേ, അത് നല്ല കുട്ടിയാണല്ലോ. അപ്പോൾ ഇവനോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ബാബുവിന് അടിപിടി നോക്കും. അപ്പോൾ ബാബു ചിരിക്കുക. അവരല്ല, ഞങ്ങൾ ഇപ്പോഴൊന്ന് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ, അതായിരിക്കും അവൻ പറയാഞ്ഞെന്നറിയാം. അത് നല്ല കാര്യം. എന്നാൽ പിന്നെ എന്താ അല്ല, അപ്പം പറയാം ഓളെയും കൂടി വിളിച്ചിക്കണം നാളെ സിനിമയ്ക്ക്. ഓക്കും സിനിമയ്ക്കൊന്നും കൂട്ടിക്കൊണ്ട്, ഓളെ അച്ഛനമ്മയ്ക്ക് ഒരൊറ്റ മോളോളൂ കൂട്ടിക്കൊണ്ടാകും. അപ്പോൾ ശാലിനിക്ക് ഓള് വരണം എന്ന്. അപ്പം ഇന്ന് നമുക്ക് ബാബുവിൻ്റെ പെണ്ണിനേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടി പൊയ്ക്കാളല്ലോ വാസേട്ടാ, അതല്ല പറഞ്ഞത്. എല്ലാവർക്കും കൂടി വയ്യും വരേണ്ടി പറയാം. അങ്ങനെ പിന്നെ ബാല എന്നാൽ ശരി ഞാൻ പോട്ടോ എന്ന് പറഞ്ഞാൽ അമ്മ വായിലടക്കി എന്നെ കാത്തുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പം വാസേട്ടൻ പറയണം നല്ലൊരു ചെക്കനാണ്, നല്ല സ്വഭാവമുള്ള ചെക്കനാണ്, പോലുള്ള ചെക്കൻ. ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ പൊന്നുപോലെ പെണ്ണിനെ നോക്കും. പെൺകുട്ടികളെ കൊടുക്കുകയാണെങ്കിൽ ബാലനെ പോലത്തെ ചെക്കനെ കൊടുക്കണം. അപ്പോൾ ശാലിനിക്കുണ്ടല്ലോ അപ്പടി ഒരു ഉള്ളിന്നൊരു ആളല് വരും. കാരണം എന്താ വെച്ചാൽ നമ്മളെ സാബുവിന് സ്വഭാവം ആകാന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചിന്തയൊക്കെ അവളെ മനസ്സിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതിട്ടാ, കുറേശ്ശ പോവാനേ നമുക്ക്, അതാ നല്ലത്. അപ്പം എല്ലാവരും പെട്ടെന്ന് കാണും ചെയ്യാം. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖനിദ്ര. വീഡിയോക്ക് ഒരു ചെറിയ ചാഞ്ചാട്ടുണ്ടോയെന്നൊരു സംശയം. അപ്പോൾ എല്ലാവരും നല്ല സ്വപ്നങ്ങൾ കാണും, നല്ല പോലെ ഉറങ്ങും, നല്ല പുലരിക്കായി കാത്തിരിക്കും. ചക്കരമ്മ പഞ്ചാരമ്മ നാളത്തെ ഡേ നല്ല ദിവസമായിരിക്കട്ടെ. എല്ലാവരും നാളെ നിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്കിട്ട് പോയിക്കോളൂന്നേ, നന്നായിരിക്കും. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവും എൻ്റെ. ടാറ്റാ, ലവ് യു ഉമ്മ.